ഹായ് മക്കളെ, ബഹാദുദ്ദീൻ സാറാണേ. ദേ ഹാഫ് ഇയർലി എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഹാഫ് ഇയർലി എക്സാം ഡിസ്കസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഹാഫ് ഇയർലി എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചുള്ള കുറച്ച് വൺ വേർഡ് ചോദ്യങ്ങളുണ്ട്. ഈ വൺ വേർഡ് ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ആൻസേഴ്സ് എന്താണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്താലോ? അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇസ് സൈലന്റ്, the partner shall be entitled to get dash at 6% per annum. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ 6% ഒരു പാർട്ട്ണർക്ക് എന്താണ് കിട്ടുക? എന്താ മക്കളെ കിട്ടുക? അവിടെ കിട്ടുന്ന കാര്യം ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. എന്തുണ്ടാവും മക്കളെ? 6% കിട്ടുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ്. എങ്കിൽ രണ്ടാമത്തത്, പ്രീമിയം ബോട്ട് ബൈ ദ ന്യൂ പാർട്ട്ണർ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിങ് ഡാഷ് റേഷ്യോ. അതായത് പ്രീമിയം ഗുഡ്വില്ല് ആര് കൊണ്ടുവന്ന ഗുഡ്വില്ലാണ്? പുതിയ പാർട്ട്ണർ. അതായത് പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ്വില്ലിനെ ട്രാൻസ്ഫർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഏത് റേഷ്യോയിലെ മക്കളെ? ഇറ്റ് വിൽ ബി സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോയിലായിരിക്കണം മക്കളെ നമ്മൾ എന്ത് ചെയ്തിരിക്കേണ്ടത്? ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് അല്ലേ? സോ ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അത് പുതിയൊരു പാർട്ട്ണർ എന്ത് കൊണ്ടുവരും? പ്രീമിയം കൊണ്ടുവന്നേക്കാണെങ്കിൽ ആ പ്രീമിയത്തിന് ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ എന്ത് ചെയ്തിരിക്കണം? വിധിച്ചു കൊടുത്തിരിക്കണം. ഓക്കെ. അടുത്തത്, റെക്കോർഡ് നെസസറി ജേർണൽ എൻട്രി ഫോർ ട്രാൻസ്ഫറിംഗ് റിസർവ്സ് ഇൻ ദ ബുക്സ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. അതായത് നമ്മൾ എന്ത് ചെയ്തിരിക്കും മക്കളെ? റിസർവിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി എന്താ മക്കളെ? റിസർവിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി എന്താ? പിടിച്ചോ, എൻട്രി ഇത്രയേ ഉള്ളൂ. ജനറൽ റിസർവ് അക്കൗണ്ട് അപ് ടു ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് എന്ത് മക്കളെ? ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്തത് എന്താണ്? നാലാമത്തെ ചോദ്യം, നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ഡാഷ് ഇൻറ്റു നോർമൽ റേറ്റ് NRR by 100. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ്? ഡാഷ് ഇൻറ്റു NRR by 100. അതായത് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു NRR ഡിവൈഡ് ബൈ 100 അല്ലേ? എങ്ങനെ? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു NRR by 100. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ അക്വിസിഷൻ ഓഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ബൈ റിമൈനിങ് പാർട്ട്നേഴ്സ്. അതായത് ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന്റെ ഷെയർ അക്വിസിഷൻ ഏറ്റെടുക്കുന്നു ആര്? ബാക്കിയുള്ള കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് അസ്യൂംഡ് ദാറ്റ് ദേ വിൽ അക്വയർ ദിസ് ഷെയർ ഇൻ ഡാഷ് റേഷ്യോ. ഏത് റേഷ്യോയിലായിരിക്കും? ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ ഈ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ ഏത് റേഷ്യോയിലാണ് ഓൾഡ് പാർട്ട്നേഴ്സിന് കിട്ടുക? ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഏത് റേഷ്യോയിലെന്ന് അറിയാവോ? ഓൾഡ് റേഷ്യോനെ തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ചില സിറ്റുവേഷൻസിൽ ഇങ്ങനെ ആലോചിച്ചൊക്കെ എൻ്റെയും ബീൻ്റെയും റേഷ്യോ എത്രയാണ്? 3:2:1 ആണെന്ന് വിചാരിക്കാം. 3:2:1 ആണ്. ഇതിൽ ആര് റിട്ടയർ ചെയ്യുന്ന മക്കളെ? ഇതിൽ സി എന്ന് പറഞ്ഞ പാർട്ട് റിട്ടയർ ചെയ്യുന്ന വിചാരിക്കുക. ആര് റിട്ടയറിനെ? സി റിട്ടയർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിന്റെ ഗെയിനിങ് റേഷ്യോ എത്രയായിരുന്നു? ഈ ക്വസ്റ്റിന്റെ ഗെയിനിങ് റേഷ്യോ 3:2 ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ അസംഷൻ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഇവിടെ എക്കും ബിക്കും വീതിച്ചു കൊടുക്കുന്നത് ഈ ഓൾഡ് റേഷ്യോയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് 3:2 എന്നെ ഗെയിനിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ക്ലിയർ. നെക്സ്റ്റ്, ഓൺ ദി ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ മരിക്കുന്ന സമയത്ത് ദ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് വിത്ത്. അടിപൊളി. എന്താണ്? ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് വിത്ത് വാട്ട്? അതായത് ഒരു പാർട്ട്ണർ മരിക്കുന്ന സമയത്ത് ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുക? ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. ഓക്കെ, ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഓഫ് ദ ഫേം, ഷെയർ ഓഫ് ഗുഡ്വിൽ ഓഫ് റിമൈനിങ് പാർട്ട്നേഴ്സ്, ഓൾ ഓഫ് ദി അബോവ്. ഏതാണ് മക്കളെ? ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. ഓക്കെ, അതായത് അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയാണോ അതിനെയായിരിക്കും നമ്മൾ എന്ത് ക്രെഡിറ്റ് ചെയ്യുക. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ്വിൽ ഓഫ് ദ ഫേം, ഫേമിന്റെ മൊത്തം ഗുഡ്വിൽ കൊടുക്കൂല. അതായത് 1,00,000 ഫേമിന്റെ മുഴുവൻ ഗുഡ്വിൽ എങ്കിൽ 1,00,000 നമ്മൾ മുഴുവൻ ഒരിക്കലും കൊടുക്കൂല. എന്തേ കൊടുക്കത്തുള്ളൂ? 1,00,000 ഇൻറ്റു ആ പാർട്ട്ണറുടെ ഷെയർ എത്രയാണോ അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ്. പറഞ്ഞ കാര്യം മനസ്സിലായോ? നെക്സ്റ്റ്, ഷെയർ ഓഫ് ഗുഡ്വിൽ റിമൈനിങ് പാർട്ട്നേഴ്സ്. ഒരിക്കലും റിമൈനിങ് പാർട്ട്നേഴ്സിന് ഗുഡ്വിൽ കൊടുക്കൂല. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതായത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ ആരാണോ, അല്ലെങ്കിൽ മരിച്ചുപോയ പാർട്ട്ണർ ആരാണോ, അയാൾക്ക് അർഹതപ്പെട്ട ഗുഡ്വില്ല് മാത്രം നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ 6 വൺ വേർഡ് ചോദ്യങ്ങൾ നമുക്ക് എന്തുണ്ടായിരുന്നത്? നമുക്ക് ഹാഫ് ഇയർലി എക്സാമിന് ചോദിച്ചത്. ഇത് എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നത്. സോ മക്കളെ, നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. ഓൾ ദി ബെസ്റ്റ്. ബൈ.